വെള്ളം കിടക്കുമ്പോൾ വന്ന് തെറിക്കും. സ്കൂട്ടറുകാരെ ഏറ്റവും കൂടുതൽ അപകടം. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കോട്ടമുകൾ ജംഗ്ഷനിലാണ്. പ്രിയപ്പെട്ട MLA ശ്രീ ചിറ്റയം കുമാർ നിങ്ങൾ കാണുന്നില്ലയോ, അതോ കണ്ടിട്ടും കണ്ണ് അടയ്ക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ട് വാർത്ത 24 ഒരു വാർത്ത മുമ്പേ റിപ്പോർട്ട് ചെയ്തു. ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ മാൻഹോളാണ്. ഇപ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. എന്റെ തൊട്ടടുത്ത് കാണുന്ന സീബ്ര ലൈനാണ്. അതിന്റെ തൊട്ട് സൈഡിലായി ബസ് സ്റ്റോപ്പ് നിർത്തുന്ന ബസ് സ്റ്റോപ്പാണ്. നിരവധിയായ ആളുകൾ ക്രോസ് ചെയ്തു പോകേണ്ട ഒരു സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ മഴയുള്ള സമയത്ത് വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുമ്പോൾ ഇതുവഴി ആളുകൾക്ക് ഈ കുഴിയെ കാണാൻ പറ്റുന്നില്ല. ബൈക്ക് യാത്രക്കാർ നിരവധി തവണ ഇവിടെ മറിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും PWDയും വാട്ടർ അതോറിറ്റിയും കണ്ണു തുറക്കുന്നില്ല. പ്രിയങ്കരനായ MLA ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നാട്ടുകാരുടെ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഒരു അറുതി വരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PW അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണ്. ഇത് വലിയ കുഴിയാണ്. ഇവിടെ ബൈക്ക് യാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ, ഇത് വലിയ കുഴിയാണ് കാണപ്പെടുന്നത്. ഇത് സ്ലാബ് പൊട്ടി കിടക്കുന്നൊരവസ്ഥയാണ്. ഇത് മാസങ്ങളോളായി ഈ അവസ്ഥ ഉണ്ടായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിരവധിയായ ആളുകൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. KP റോഡിന്റെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. നിരവധിയായ വാഹനങ്ങളുണ്ട്. ഈ പ്രദേശത്ത് കൂടിയാണ് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഈ കുഴി രൂപീകൃതമായിരിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഈ ബസ് സ്റ്റോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വലിയ ആൽമരം. ഈ ആൽമരം മുറിച്ചു കളയണമെന്നും നമുക്ക് അഭിപ്രായമല്ല. പക്ഷേ അതിന്റെ ചില്ലകൾ വളരെയധികം അപകടകരമായ രീതിയിൽ നിൽക്കുകയാണ്. ഈ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് മഴക്കാലത്ത് ആളുകൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഈ അടൂരും മറ്റു പ്രദേശങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി PW അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്നാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ 2-3 വർഷം ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഉണ്ട്. ആരും പരാതി ഒന്നും പെട്ടില്ല നിങ്ങളാരും? ഇങ്ങനെ അപകടങ്ങൾ നടക്കുന്നു, വന്ന് നോക്കുന്നു, പോകുന്നു. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ. രാത്രി വെള്ളം വന്ന് കയറി കിടന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടും സ്കൂട്ടറുകാർ വന്ന് അറിയോ. അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇതാ മാനുവള. അവിടെ വണ്ടി വന്ന് വെള്ളം കിടക്കുമ്പോൾ വന്ന് തെറിക്കും. സ്കൂട്ടറുകാരെ ഏറ്റവും കൂടുതൽ അപകടം. ബസ് ഇവിടെ നിർത്തുന്നു. സീബ്ര ലൈനിലും ഒക്കെ നിർത്തുന്നു കൂടുതലും. അത് മാത്രമല്ല അവിടെ ക്രോസ് ചെയ്യാനും ഒക്കത്തില്ല. ആൾക്കാർക്ക് വന്നിട്ട് ക്രോസ് ചെയ്യാൻ ഒക്കത്തില്ല. ഭയങ്കര വണ്ടി നിർത്തുന്നുണ്ട്. ഭയങ്കര അപകടമാണ്. അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റോപ്പിന്റെ കാര്യത്തെപ്പറ്റി നാട്ടുകാർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ കുട്ടികൾ ക്രോസ് ചെയ്യേണ്ട ഈ സ്ഥലത്ത് വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അത് അടൂർ പോലീസിന്റെയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആളുകൾക്കും കുട്ടികൾക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു +2 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ കോട്ടമുകളിൽ നിന്നും വടക്കർത്താവിലേക്ക് പോകുന്ന വഴിയാണിത്. ആ വഴിയിലേക്ക് പോകുന്ന നിരവധിയായ കുട്ടികൾക്ക് കൃത്യമായും സുഗമമായും സുരക്ഷിതമായും ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അടൂർ പോലീസിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിരവധിയായ വാഹനങ്ങൾ ഈ സീബ്ര ലൈനിൽ കൊണ്ടു നിർത്തി തന്നെയാണ് ആളുകളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദയനീയ കാര്യമാണ്. ഈ സീബ്ര ലൈനിന് തൊട്ടടുത്ത് തന്നെയാണ് വാഹനങ്ങൾ നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ വാഹനത്തിന് പോലും കൃത്യമായി വാഹനം നിർത്തുമ്പോൾ കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത്രയ്ക്കും വലിയ കുഴിയാണ് ഇവിടെ രൂപീകൃതമായിരിക്കുന്നത്. ഇത് വർഷങ്ങളായി ഈ കുഴി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. പ്രിയങ്കരനായ അടൂർ MLA ശ്രീ ചിറ്റയം ഗോപകുമാറിനോട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്. ഈ വാർത്ത ഞങ്ങൾ രണ്ടാമത് റിപ്പോർട്ട് ചെയ്യാനിടയായ സാഹചര്യം വളരെയധികം ജനരോഷം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ ഇവിടെ ബൈക്കിൽ വന്ന് മറിഞ്ഞ് വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് ഈ കുഴി കാണാൻ പറ്റാത്ത പോലും കാൽനട യാത്രക്കാർക്ക് പോലും അപകടം പറ്റാവുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ PWDയും അടൂർ MLAയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടൂരിൽ നിന്നും ക്യാമറാമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.